Mallu with Mallu A2Z എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതൊരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നോയ്സ് എന്ന കമ്പനിയുടെ ഒരു ബഡ്സ് ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നോയ്സിന്റെ ഏറ്റവും പുതിയ ബഡ്സ് VS102 പ്ലസ് എന്നാണ് ഈ ബഡ്സിന്റെ പേര്. നേരത്തെ തന്നെ ഇതേ ഒരു മോഡലിൽ നോയ്സ് ഒരു ബഡ്സ് ഇറക്കിയിട്ടുണ്ട്. അത് വന്നിട്ട് നോയ്സ് VS102 എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്ലസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പുതിയ നോയ്സിന്റെ ബഡ്സ്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ സാധാരണ ബോക്സിൽ വരുന്ന പോലെ തന്നെ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രൂ ബാസ് അപ് ടു 36 അവർ പ്ലേ ബാക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. 36 അവർ പ്ലേ ബാക്ക് കിട്ടും. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡുവൽ മൈക്ക് കാളിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പുറകെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉൾവശം എന്താണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഈ നോയ്സിന്റെ പാക്കിങ് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു പാക്കിങ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പാക്കിങ് ഒരു വളരെ രസകരമായിട്ടുള്ള പാക്കിംഗ് ആണ്, സൂപ്പർ പാക്കിംഗ് ആണ്. നമ്മുടെ ഗ്യാരണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോയ്സിലെ എല്ലാ പ്രോഡക്റ്റിലും വരും കുറച്ച് സ്റ്റിക്കറേഴ്സ്. പിന്നെ അതുപോലെ തന്നെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു മേലൊരു സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ നോയ്സിന്റെ ബഡ്സ് ഇരിക്കുന്നുണ്ട്. അതല്ലാതെ അക്സസറീസ് കൊടുത്തിട്ടുണ്ട്. അക്സസറീസ് ഒക്കെ സൈഡിൽ ഒരു ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പുള്ള ബഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു C ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട്. നോയ്സ് ബഡ്സ് VS102 4 കളറാണ് വരുന്നത്. ഫോറസ്റ്റ് ഗ്രീൻ, അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക്. ആ ജെറ്റ് ബ്ലാക്ക് ആണ് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്നോ വൈറ്റ്, അതുപോലെ തന്നെ സ്പേസ് ബ്ലൂ. ഇങ്ങനെ 4 കളറിലാണ് നോയ്സ് ബഡ്സ് VS102 പ്ലസ് വിപണിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സിന്റെ ബഡ്സ് VS102 പ്ലസ് എന്ന് പറയുന്ന സാധനം. നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. അതിൽ തന്നെ ഇതിലൊരു പിയാനോ ബ്ലാക്ക് ഒരു എലമെന്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നോയ്സിന്റെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഒരു ഇൻഡിക്കേഷന്റെ ഒരു ലൈറ്റ്, നമ്മൾ ചാർജിങ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ട്, C ടൈപ്പ് ചാർജിങ് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈനൊക്കെ അതിമനോഹരമാണ്. വളരെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ്. വളരെ ചെറിയൊരു സാധനമാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെയായിട്ട് നല്ല ഉപകാരപ്രദമായിരിക്കും. പിന്നെ തുറക്കുമ്പോൾ ഉള്ളിൽ 2 ബഡ്സ് ഇരിക്കുന്നുണ്ട്. അതിൽ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ മെൻഷൻ ചെയ്യാനായിട്ട് L 6 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കണക്റ്റ് ആകാനായിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ നമുക്കത് ബ്ലൂടൂത്ത് നമ്മൾ സാധാരണ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ 36 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് ഇത് വലിയ പ്രൈസ് ഒന്നുമല്ല. ഒരു ചെറിയ ചുരുങ്ങിയ പ്രൈസിൽ ഇത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള സാധനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. 36 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ സ്പീക്കർ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്പീക്കർ വന്നിട്ട് ലെവൽ സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ നല്ല ബാസ് നമുക്കതിൽ അനുഭവപ്പെടാൻ കഴിയും. പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല ബാസ് അനുഭവപ്പെടാൻ കഴിയുന്നുള്ളതാണ്. ഈ ഡിസൈൻ അവർ പേര് പറയണത് പ്ലേ ബേർഡ് ഡിസൈൻ എന്നാണ് പറയുന്നത്. അതായത് പറക്കുന്ന പക്ഷി എന്നാണ് അതിന്റെ ഡിസൈൻ അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു എയർ വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാസും അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന സോങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോങ്ങൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് ക്ലാരിറ്റി അടിപൊളിയായിട്ട് കിട്ടുന്നുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ചാർജിങ് ആണത്. നമ്മൾ കുറച്ച് സമയം കുത്തിവെച്ചാൽ തന്നെ ഒരുപാട് സമയം നമുക്ക് കുറച്ച് സമയം ചാർജിൽ വെച്ചാൽ തന്നെ ഒരുപാട് സമയം നമുക്ക് പ്ലേ ബാക്ക് കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ HyperSync ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. IPS 5 വാട്ടർ റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നനഞ്ഞാലും ഇതിന് യാതൊരു കംപ്ലൈന്റും വരില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ENC കോഡ് മൈക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലുള്ള ആവശ്യമില്ലാത്ത സൗണ്ടോ നോയ്സോ ഒന്നും നമുക്ക് യാതൊരു ഫോൺ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആണ്. ഒരു 10 മീറ്റർ വരെ നമുക്ക് ഇത് റേഞ്ച് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ. മൊത്തത്തിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മല്ലു A2Z എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മൾ ഇടുന്ന ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.